കള പറിക്കാനിറങ്ങിയ കർഷകനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഞാറ്റുവേലയൊക്കെയല്ലേ, കുടുംബസമേതം കൃഷി ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൃഷിയിൽ എന്തുണ്ട് കാര്യമെന്ന് ചോദിച്ചാൽ കൃഷിയിലല്ലേ എല്ലാ കാര്യവും ഉള്ളത്. കൃഷി തന്നെയല്ലേ വലിയ കാര്യം. കുരുമുളക് വള്ളികൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുഴിച്ചിടാനുള്ള ശ്രമത്തിലായിരുന്നു പപ്പ. എങ്കിൽ പപ്പയുടെ കൂടെ ചേരാമെന്ന് ഞാനും അമ്മയും തീരുമാനിച്ചു. ഓർണമെൻ്റൽ ചെടിയുടെ കഷ്ണം, ചെമ്പരത്തിപ്പൂവിൻ്റെ കഷ്ണം, കല്യാണ സൗഗന്ധികം ഇവയെല്ലാം ഞങ്ങൾ വെട്ടിയെടുത്തു കുഴിച്ചിടാൻ വേണ്ടി. എങ്ങനെ കുഴി കുഴിക്കണം, എങ്ങനെ ചെടി വെക്കണം, എങ്ങനെ വെട്ടണം എല്ലാം അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ഞാനൊരു കല്യാണ സൗഗന്ധികം കയ്യിലെടുത്തു. അയ്യോ, അതാ എൻ്റെ മേലൊരു ചോണനുറുമ്പ് കയറി. കയ്യിൽ കിട്ടിയ കല്യാണ സൗഗന്ധികം നിലത്തെടുത്ത് മറ്റൊരു ചെമ്പരത്തി തണ്ടെടുത്ത് ഞാൻ കുഴിച്ചിടാൻ ശ്രമിച്ചു. ആഴത്തിലൊരു കുഴി ഞാൻ കുഴിച്ചു. എന്നിട്ട് ചെമ്പരത്തി തണ്ട് അതിൽ വെച്ച് കൈയിട്ട് മൂടി. ആഹാ, എൻ്റെ കുഴിച്ചിടൽ ശ്രമം സക്സസ് ആയിരിക്കുന്നു. ഇങ്ങനെ എൻ്റെ കുഴിച്ചിടൽ ശ്രമം സക്സസ് ആയത് കേട്ട ശേഷം അമ്മ വീണ്ടും എനിക്ക് നിർദ്ദേശം തന്നു. ചെടി വെട്ടുമ്പോൾ ചെടിയുടെ അറ്റം വെട്ടണം, എങ്കിൽ മാത്രമേ ചെടി നന്നായി വളരുകയുള്ളൂ. ആയിക്കോട്ടെ, അമ്മയുടെ നിർദ്ദേശം ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഓർണമെൻ്റൽ ചെടിയെടുത്ത് കയ്യിലെടുത്തു. എന്നിട്ട് ആഴത്തിൽ കമ്പി കൊണ്ടൊരു കുഴി കുഴിച്ചു. എന്നിട്ട് ചെടി അതിൽ വെച്ച് കുഴിച്ചിടാൻ ഞാൻ ശ്രമിച്ചു. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സാമൂതിരി പണ്ട് പറഞ്ഞൊരു കഥയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയാലും ഞാറ്റുവേല മാത്രം നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ കൊല്ലത്തെ ഞങ്ങളുടെ ഞാറ്റുവേല കൃഷി സംരംഭം സക്സസ് ആയിരിക്കുന്നു.